അപ്പോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 28ാമത്തെ ചാപ്റ്റർ ആണ്. ഇന്ത്യയും അതേപോലെ തന്നെ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസും. അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത്. അപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന നെയ്ബറിംഗ് കൺട്രീസുമായിട്ടുള്ള ബന്ധം എന്തൊക്കെയാണ്, അവർ എന്തിനെയൊക്കെ ചൊല്ലിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബൗണ്ടറി ഡിസ്പ്യൂട്ട് നടത്തിയത്. അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം, ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അപ്പൊ ഇന്ത്യ 47-ൽ സ്വാതന്ത്ര്യം കിട്ടി, ചൈന 49-ൽ സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യാനന്തരം എന്ത് ചെയ്തു? നമ്മുടെ രണ്ട് സ്ഥലത്തെയും പ്രധാനമന്ത്രികൾ ചേർത്ത് ഒരു എഗ്രിമെന്റിൽ ഒപ്പിട്ടു. അതിനെയാണ് പഞ്ചശില എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ആ എഗ്രിമെന്റ് പ്രകാരം എന്ത് ചെയ്യും? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധത്തിന് വരത്തില്ല, ഒരു പ്രശ്നത്തിന് വരത്തില്ല. നമ്മൾ വളരെയധികം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി നമ്മൾ വളരെ സമാധാനത്തോടു കൂടി ജീവിക്കും എന്നൊക്കെയാണ് ആ ഒരു എഗ്രിമെന്റിൽ പറയുന്നത്. ഇതിനെയാണ് പഞ്ചശില എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബൗണ്ടറി, അതായത് അതിർത്തി തർക്കങ്ങൾ ഒഴിവാക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആണ് ഈ പഞ്ചശില എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇവർക്കിടയിൽ ഒരു പ്രശ്നം വരെയാണ്. പ്രശ്നത്തിന്റെ കാരണം ഈ ചൈനക്കാര് പറയുന്നത് അതിർത്തി തർക്കം എന്നാണ് പറയുന്നത്. പക്ഷേ ശരിയായിട്ടുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചൈനയുടെ ശത്രുരാജ്യമായിട്ടുള്ള ടിബറ്റിനെ ഇന്ത്യ സഹായിച്ചു. ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് അവരിലുള്ള കുറെ ആളുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചു വന്നപ്പോൾ ഇന്ത്യ അഭയം കൊടുത്തു, അവർക്ക് വേണ്ട കാരണങ്ങൾ കൊടുത്തു. ഇപ്പോഴും കർണാടകയിൽ ടിബറ്റുകാരുടെ ഒരു കോളനി ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് ബൗണ്ടറി ഡിസ്പ്യൂട്ട് ആണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇനി അടുത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ബൗണ്ടറി ലൈൻ എന്ന് പറയുന്നത് മെഹ്മോൻ ലൈൻ ആണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം എന്താണ് ചിലപ്പോൾ ചോദിക്കും. അതേപോലെ തന്നെ എന്താണ് മെഹൻമോഹൻ ലൈൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെയും ചൈനയുടെയും ബൗണ്ടറി ലൈൻ എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ്. രണ്ടാമത് നമുക്ക് പാകിസ്ഥാനിലേക്ക് വരാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയാം. അവർ എന്തിനെ ചൊല്ലിയിട്ടാണ് എപ്പോഴും അടി ഉണ്ടാക്കുന്നത്? കാശ്മീരിനെ ചൊല്ലിയിട്ടാണ് എപ്പോഴും അടി ഉണ്ടാക്കുന്നത്. കാരണം എന്തെന്നാണ്? കാശ്മീർ വളരെ ഫലപുഷ്ടിയുള്ള ഒരു മണ്ണാണ്. മാത്രമല്ല കാശ്മീരിന്റെ ആ ഒരു ഉയർന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ഇന്ത്യക്ക് കിട്ടിയാലും പാകിസ്ഥാന് കിട്ടിയാലും യുദ്ധം ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴും അടി ഉണ്ടാക്കുന്നത്. അടുത്തൊരു ചാപ്റ്ററിലേക്ക്, അല്ലെ അടുത്ത ഒരു ഏരിയയിലേക്ക് വരാം. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധം. ശ്രീലങ്ക എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ശ്രീലങ്കയെ പറ്റി പറയാം. ശ്രീലങ്ക എന്ന് പറയുന്നത് ഒരു ദ്വീപ് രാജ്യമാണ്. ഇതെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെയുള്ള ആളുകളെ സിംഹളർ എന്നാണ് പറയുന്നത്. അപ്പം ശ്രീലങ്ക നമുക്കറിയാം, ലങ്ക നമ്മുടെ രാവണന്റെ നാടാണ് ശ്രീലങ്ക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്, രണ്ട് പ്രധാനമന്ത്രിമാരും തമ്മിൽ. അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയിൽ നിന്നും കുറച്ച് തമിഴന്മാർ എന്ത് ചെയ്തു? ജോലി അന്വേഷിച്ച് ശ്രീലങ്കയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ എന്ത് ചെയ്തു? ശ്രീലങ്കയുടെ മണ്ണും അവിടുത്തെ വരുമാനവും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഇന്ത്യക്കാർ എന്ത് ചെയ്തു? നേരെ ഇന്ത്യയിൽ നിന്ന് വന്ന് അവരെ ഫാമിലി ആയിട്ട് കൊണ്ടുപോയി അവിടെ സെറ്റിലായി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അവിടെയുള്ള ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ തമിഴന്മാർ വന്നു. അപ്പൊ തമിഴന്മാർ പറഞ്ഞു തങ്ങൾക്ക് പ്രത്യേകം ഒരു പ്രിവിലേജ് വേണമെന്ന് പറഞ്ഞ് LTT എന്ന് പറഞ്ഞ ഒരു സംഘടന തമിഴന്മാർ രൂപീകരിച്ചു. നിരന്തരം സിംഹളറും തമിഴന്മാരും തമ്മിൽ അടിയുണ്ടായി. ഈ അടിയുടെ ഭാഗമായിട്ട് നമ്മുടെ അവിടുത്തെ പ്രസിഡന്റ് എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ട് കേട്ടില്ല. അവസാനം പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്തു? തമിഴന്മാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇതിന്റെ പ്രതികാരമായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ പ്രധാനമന്ത്രിനെ 1991-ൽ ഒരു ശ്രീപുരത്ത് വെച്ചിട്ട് ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതാണ് ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള ബന്ധം. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ളത്, ഇന്ത്യ ചൈന തമ്മിലുള്ള ബന്ധം എഴുതുക. നമ്മൾ നേരത്തെ നോക്കി. ഇന്ത്യയുടെ ചൈനയുടെയും ബൗണ്ടറി ലൈൻ ഏതാണ്? അത് നമ്മൾ നോക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ വരുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മറക്കരുത്. കാശ്മീർ എന്ന് പറയുന്നത് വളരെ ഫലപുഷ്ടിയുള്ള ഒരു ഫലപുഷ്ടിയുള്ള സ്ഥലമാണ്. രണ്ടാമതായിട്ടുള്ളതെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എപ്പോഴും യുദ്ധം ചെയ്യാനും ഒക്കെ വളരെ നല്ല കാര്യമാണ്. ഏറ്റവും കൂടുതൽ വരുമാനമുള്ളതും കാശ്മീരിനാണ്. അതുകൊണ്ടാണ് കാശ്മീരിനെ ചൊല്ലി എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഫൈറ്റ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എഴുതി വെക്കാനായിട്ട് നോക്കുക. രണ്ടാമത് വരുന്നത് ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള ബന്ധത്തെ പറ്റി എഴുതുമ്പോൾ നിങ്ങൾ എഴുതാനായിട്ടുള്ളത് ശ്രീലങ്കയെ പറ്റി ആദ്യം എഴുതുക. ശ്രീലങ്ക ഒരു ദ്വീപ് രാജ്യമാണ്. അവിടെ താമസിച്ചിരുന്ന ആളുകളെ സിംഹളർ എന്ന് വിളിക്കുന്നുണ്ട്. തമിഴന്മാര് ജോലി അന്വേഷിച്ച് അവിടെ പോയിട്ട് എന്ത് ചെയ്തു? അവിടെ അവരുടെ പോപ്പുലേഷൻ കൂടി. അപ്പൊ അവരെന്ത് ചെയ്തു? അവർക്ക് അധികാരം വേണമെന്ന് പറഞ്ഞ് LTT സംഘടന രൂപീകരിച്ചു. തുടർന്ന് ഉണ്ടായ പ്രശ്നത്തിൽ അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ സഹായം തേടി. അദ്ദേഹം പീസ് കീപ്പിംഗ് ഫോഴ്സിലൂടെ എന്ത് ചെയ്തു? തമിഴരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നത്തിൽ തമിഴ്നാട്ടില് ഒരു ശ്രീപൂരിൽ വെച്ച് ബോംബ് എറിഞ്ഞ് നമ്മുടെ ആരെ കൊന്നു? രാജീവ് ഗാന്ധിനെ കൊന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു 28ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.
നമുക്ക് നോക്കാം 29ാമത്തെ ചാപ്റ്റർ. 29ാമത്തെ ചാപ്റ്റർ അല്ല, 30ാമത്തെ ചാപ്റ്റർ. അപ്പോ നമുക്കിനി 30ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. 29ാമത്തെ ചാപ്റ്റർ ഇല്ല കേട്ടോ. 30ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടന. നമുക്കറിയാം എന്താണ് ഐക്യരാഷ്ട്ര സംഘടന എന്നുള്ളത്. നമ്മുടെ ലോക സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ വേണ്ടിയിട്ട് 51 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഒന്നാണ് ഐക്യരാഷ്ട്ര സംഘടന. എന്ന് പറയുമ്പോൾ 1945 രൂപീകരിച്ചത്. ഇതിൽ 5 സ്ഥിരാംഗങ്ങളുണ്ട്. ഈ 5 സ്ഥിരാംഗങ്ങൾ ചേർന്നാണ് തീരുമാനം എടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോ ഈ 5 സ്ഥിരാംഗങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ഒരു തീരുമാനം വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. അതിനെയാണ് വീറ്റോ അധികാരം എന്ന് പറയുന്നത്. അപ്പൊ മൊത്തം 51 രാജ്യങ്ങൾ ചേർന്ന് 1945 രൂപീകരിച്ചതാണ് ഐക്യരാഷ്ട്ര സംഘടന. ഈ ഐക്യരാഷ്ട്ര സംഘടനയിൽ എത്ര ആളുകളാണ് ഉള്ളത്? 5 സ്ഥിരാംഗങ്ങളാണ് ഉള്ളത്. ഈ 5 സ്ഥിരാംഗങ്ങൾക്ക് വീറ്റോ അവകാശമുണ്ട്. അതായത് ഒരു തീരുമാനം എടുത്താൽ നോ എന്ന് പറഞ്ഞാൽ നോ നോ തന്നെയാണ്. അതിനെയാണ് നമ്മൾ വീറ്റോ അവകാശം എന്ന് പറയുന്നത്. ഇനി അടുത്ത് UN-യുടെ ജോലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ലോക സമാധാനം സുരക്ഷിതത്വവും ഹ്യൂമൻ റൈറ്റ് അതേപോലെ തന്നെ സുസ്ഥിര വികസനം എന്ന് വെച്ചാൽ പ്രകൃതിക്ക് യാതൊരു തരത്തിലുള്ള ദോഷമില്ല, നമുക്ക് വികസനവും നടക്കും. അതിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഈ സുസ്ഥിര വികസനം ഒക്കെ എന്താണ് നടത്തി കൊടുക്കുക? ഇതൊക്കെയാണ് എന്തിന്റെ അണ്ടറിൽ വരുന്നത്? നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ അണ്ടറിൽ വരുന്നത്. ഇവരുടെ കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട്. ജനറൽ അസംബ്ലി, പൊതുസമിതി, ട്രസ്റ്റ്ഷിപ്പ് കൗൺസിൽ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഹ്യൂമൻ റൈറ്റ് ഹ്യൂമൻ റൈറ്റിനെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനുഷിക അവകാശ ദിനം എന്ന് പറയുന്നത് 1948 ഡിസംബർ 10-നാണ്. ഇതെന്ന് പറയുമ്പോൾ എന്താ? ജനങ്ങൾക്ക്, എല്ലാ ആളുകൾക്കും മനുഷ്യാവകാശം നിറവേറ്റി കൊടുക്കുക. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചാപ്റ്റർ 30 നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, എന്താണ് ഐക്യരാഷ്ട്ര സംഘടന? എന്നാണ് നിലവിൽ വന്നത്? അപ്പൊ നമ്മൾ എന്താ ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റിയിട്ട് ഒരു കുറിപ്പ് പഠിക്കാം. ആദ്യം എഴുതുക. ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് 1945 51 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ചതാണ്. ഇതിൽ 5 രാജ്യങ്ങളാണ് ഇതിന്റെ സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത്. ഇവർക്ക് എന്താണ്? വീറ്റോ അവകാശം ഉണ്ട്. മാത്രമല്ല എന്താണ്? ബാക്കിയുള്ള ആളുകൾക്ക് എന്താണ്? ഇവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ബാക്കിയുള്ള രാജ്യങ്ങൾക്കിടയിലുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള സമാധാനവും സുരക്ഷിതത്വവും നോക്കുന്നത് ഇവരായിരിക്കും. ഇവര് മാനുഷിക അവകാശങ്ങളെ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല എന്താണ്? നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെ എന്താണ്? ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇനി വേറൊരു ചാപ്റ്റർ കൂടി നോക്കാം. 31ാമത്തെ ചാപ്റ്റർ. 31ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മുടെ UN-യുടെ ആക്ടിവിറ്റീസ്, UN-യുടെ സമാധാനപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നോക്കാനായിട്ടുള്ളത്. ഇത് ചോദിക്കും, എന്താണ് UN-യുടെ സമാധാന പ്രവർത്തനം? സമാധാന പ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ലോക സമാധാനം നിലനിർത്തുക എന്നതാണ് UN-യുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് മീഡിയേഷൻ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ 2 രാജ്യങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നടുക്ക് നിന്ന് മീഡിയേറ്റർ ആയിട്ട് നിന്ന് കാര്യങ്ങൾ പരിഹരിക്കുക എന്നതാണ് മീഡിയേഷൻ ആക്ടിവിറ്റീസ്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ബൈൻഡിങ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഒറ്റപ്പെടുത്തി നിർത്തുക. സംഭവം ഒന്നുമില്ല, 2 രാജ്യങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ, ഒരു കാര്യമില്ലാതെ 2 രാജ്യങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ എന്താണ്? ശരിയുടെ പക്ഷത്ത് നിന്നിട്ട് തെറ്റിന്റെ പക്ഷമുള്ള രാജ്യത്തെ ഒറ്റപ്പെടുത്തുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈൻഡറി ആക്ഷൻ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? കോവിഡ് എന്ന് പറയുന്ന വാക്സിൻ, കോവിഡ് എന്ന് പറയുന്ന ആ ഒരു വൈറസ് ഉണ്ടായ കാരണം എന്ത് ചെയ്തു? നമ്മൾ ചൈനയെ കുറെ ഒറ്റപ്പെടുത്തി. കാരണം നമ്മുടെ ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നതൊക്കെ നിർത്തി. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ? ഇത് UN-യിൽ പറഞ്ഞ കാര്യമാണ്. പിന്നെ അടുത്ത് മിലിറ്ററി പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കുക, ലോക സമാധാനം നിലനിർത്തുക, നിരായുധീകരണം, അതായത് ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് എതിരാണ് നമ്മുടെ UN-എ. ഒരു കാര്യമില്ലാണ്ട് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ UN-എ പറയും നിങ്ങൾ ആയുധം ഉണ്ടാക്കാൻ പാടില്ല. UN-എ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഈ 51 അംഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? ഈ ആളുകളെ പുറത്താക്കാനുള്ള അവകാശവും ഈ UN-ക്ക് ഉണ്ട്. അപ്പൊ അതാണ് ഐക്യരാഷ്ട്ര സംഘടനകളുടെ പ്രവർത്തനം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യനെ ചോദിക്കും, എന്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന പ്രവർത്തനം, അല്ലെങ്കിൽ എന്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മീഡിയേഷൻ ആക്ടിവിറ്റീസ് എഴുതുക, അല്ലെങ്കിൽ എന്താണ് ഐക്യരാഷ്ട്ര സംഘടനകളുടെ ബൈൻഡിങ് ആക്ടിവിറ്റീസ് എഴുതുക, എന്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിരായുധീകരണ പ്രവർത്തനം എഴുതുക. ഇങ്ങനെയായിരിക്കും ഇതിൽ വരുന്നത്, ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കാനായിട്ട് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതോടുകൂടി തീർന്നു, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് തീർന്നു. ഇനി റിവിഷൻ ക്ലാസ്സസ് ആണ്. റിവിഷൻ ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിന്റെ നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ